ഇറാന്റെ വാതകപ്പാലം ആക്രമണം. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം. ബി ചെറിയാൻ, വാഷിംഗ്ടൺ DC. ഇറാന്റെ ഏറ്റവും വലിയ ഓഫ്ഷോർ വാതകപ്പാലങ്ങളിൽ ഒന്നിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കുന്നു. ആഗോള എണ്ണ വിപണിയെ തകിടം മറിച്ച ഈ നീക്കത്തിൽ തന്റെ ശക്തമായ വിയോജിപ്പ് നെതന്യാഹുവിനെ നേരിട്ട് അറിയിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി. ഇറാന്റെ വാതക കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് താൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നതായി ട്രംപ് പറഞ്ഞു. അത് ചെയ്യരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു, ട്രംപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഭാവിയിൽ ഇത്തരമൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കില്ലെന്ന് താൻ കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്ന് ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്ക ഈ നീക്കത്തിൽ പങ്കാളികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം പശ്ചിമേഷ്യൻ മേഖലത്തിലേക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നതിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നതിലുമുള്ള തന്റെ ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ ആക്രമണത്തിന് മുൻപ് തന്നെ അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ എവിടെയോ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇറാന്റെ മുൻനിര വാതകപ്പാലം തകർക്കപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ഊർജ വിതരണത്തിലുണ്ടായി ഈ തടസ്സം ആഗോള ഓഹരി വിപണികളിലും വലിയ ഇടിവുണ്ടാക്കി. ഇത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കുമെന്നത് ട്രംപിനെ ചൊടിപ്പിച്ചു. ഇറാൻ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ആഗ്രഹിക്കുമ്പോഴും അത് ആഗോള ഇന്ധനവിലയെ ബാധിക്കുന്ന തരത്തിലാകരുത് എന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. ദീർഘകാല സുഹൃത്തുക്കളായ ട്രംപും നെതന്യാഹുവും തമ്മിൽ യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കടക്കം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ലോകരാജ്യങ്ങളെ കനത്ത പ്രതിസന്ധിയിലാക്കുന്നു.